യാമിക്കുട്ടി കാക്കു കാക്കൂര് കിട്ടിയോ? വീഡിയോ എടുക്കണത് അതൊക്കെ ഒന്ന് ആലോചിക്കില്ലേ? എനിക്കൊരു പ്ലാനില്ല, എനിക്കൊരു ഐഡിയ ഇല്ലേ. വെള്ളിയാഴ്ച വരണോട്ടോ, അല്ലെങ്കിൽ സുലു ആത്മഹത്യ ചെയ്യും. അല്ല അടുത്ത വാപ്പ ഞെട്ടി. വെള്ളിയാഴ്ച വീണ്ടും എല്ലാവരും വരുന്നുണ്ടോ ആ നേരത്തെ നീ പോവാണോ പിങ്കി? പിങ്കി പോവാ. ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോഴേ കുറേ ദിവസമായിട്ട് കൂട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഷെഫ് കുട്ടൻ വന്ന വീഡിയോ എവിടെ, ഷെഫ് കുട്ടൻ വന്ന് സർപ്രൈസ് വന്ന വീഡിയോ എവിടെയാന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ അതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മളിങ്ങനെ ഷൈത്ത് ആദ്യം റിവീൽ ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് നമ്മുടെ ഷെഫ് കുട്ടൻ വന്ന് നമ്മൾ സർപ്രൈസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ കാണാൻ പോണതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഇപ്പോഴും ഇങ്ങനെ നമ്മൾ വേറെയുള്ളവരുടെ വീഡിയോയിൽ ഇങ്ങനെ ഓരോരുത്തർ വന്ന് സർപ്രൈസ് ആക്കണ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതുപോലത്തെ ഒരു സർപ്രൈസ് കിട്ടിയപ്പോൾ ശരിക്കും ഹാപ്പിയായി. പക്ഷെ അത് അത്ര തന്നെ ഭംഗിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ ആ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്ന ഒരു മൈൻഡേ പോയി. കാരണം അന്ന് രാവിലെ തൊട്ട് ഈവനിങ് വരെയുള്ള വ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഓൾറെഡി അന്ന് ഷായിത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാന്ന് ഓർത്ത് രാവിലെ തൊട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്താണ്. പിന്നെ ഒരു ഈവനിങ് ആയി, മഗ്‌രിബായി. അത് കഴിഞ്ഞപ്പോഴൊന്നും ഇവരെ കാണുന്നില്ല. അപ്പം എനിക്ക് ഒബ്വിയസ്ലി വീഡിയോ എടുക്കാനുള്ളൊരു ആ ഒരു മഗ്‌രിബൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പെട്ടെന്ന് ഓഫ് ആവും. ഇനിയിപ്പോൾ ഇന്ന് ഇത്ര വീഡിയോ മതി എന്നോർത്തു. ഇനി ബാക്കി നാളെ എടുക്കാന്നുള്ള മൈൻഡ് സെറ്റിൽ ക്യാമറ ഒക്കെ ജസ്റ്റ് ഓഫ്, അവർ വരുന്നൊരു സീൻ മാത്രം എടുക്കാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരുന്നു. ചുരിദാറാണ് അതുവരെ ഇട്ടിരുന്നത്. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും രാവിലെ അല്ലേ എടുക്കുന്നതെന്ന് വിചാരിച്ച് ചുരിദാറൊക്കെ മാറ്റി. നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ടീഷർട്ടും പാൻറ്റും ആണല്ലോ സുഖം. അപ്പോൾ ഒരു ടീഷർട്ടും പാൻറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ടൈമിലാണ് അവർ വന്നത്. അങ്ങനെ ഇവരെല്ലാവരും വന്നപ്പോൾ തന്നെ പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഉണ്ണിമോനാണ് ഫസ്റ്റ് ഇറങ്ങി വന്നത്. ഞാൻ ഇവരെ കൂടെ ഉണ്ണിമോനെ ഞാൻ പ്രതീക്ഷിക്കണേ ഇല്ല. ഉണ്ണിമോൻ ഇവരെ കൂടെ വരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞ് ഉണ്ണിമോൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വെറുതെ ഷെഫ് കുട്ടനാണോ, കാരണം അത് രാത്രിയായിരുന്നു. അപ്പൊ ഇരുട്ടത്തിന് പെട്ടെന്ന് വന്നപ്പം വെറുതെ മനസ്സിൽ ഷെഫ് കുട്ടനാണെന്ന് ഞാൻ വിചാരിച്ചു എന്ന് ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് അത് പറഞ്ഞു കഴിഞ്ഞ് ജസ്റ്റ് എല്ലാവരും കണ്ട് യാമിനൊക്കെ ഒന്ന് എടുത്ത് അകത്തേക്ക് വന്നിട്ട് നോക്കുമ്പോഴാണ് ഗേറ്റ് കടന്ന് ഷെഫ് മോൻ ഇങ്ങനെ വരുന്നത്. ആ ഒരു സീനൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കേണ്ട ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇവനെ കണ്ടതും വലിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഹാർട്ട് അറ്റാക്ക് വരാഞ്ഞ ഭാഗ്യം. പെട്ടെന്ന് കിളി പോയി. പിന്നെ ക്യാമറ വീഡിയോ ഒന്നും നമ്മൾ മനസ്സിലേ വരില്ലല്ലോ. അതിനെ ഷൈത്തും ജാസ്മിൻ കുട്ടിയുള്ളതുകൊണ്ട് അവരാണ് കുറച്ചെങ്കിലും വീഡിയോ എടുത്തത്. അതായത് എനിക്ക് ചില സിനിമകൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാൻ ഇഷ്ടമില്ലാത്തതുണ്ട്. അതായത് അത്രയും മനസ്സിന് ബുദ്ധിമുട്ടുള്ള ചില സാധനങ്ങൾ അങ്ങനത്തെ കുറച്ചെണ്ണം ഉണ്ട്. പക്ഷെ അതിലത്തെ മെയിനായിട്ട് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം, എനിക്ക് സീതാരാമം ഇല്ലേ, നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ആ മൂവി, എനിക്കതിൻ്റെ ക്ലൈമാക്സ് അത് നമ്മൾ ചിലപ്പോൾ റീലിൽ മാറ്റുമ്പോൾ വന്നാൽ പോലും, അതായത് അവന് ലാസ്റ്റ് അവൾക്ക് എഴുതുന്ന ആ ലെറ്റർ, അവൻ ആ ജയിലിൽ കിടക്കുന്ന ആ സീന്, എനിക്കത് ഇപ്പോഴും എന്താണെന്നറിയാതെ എനിക്ക് ഇത്രമാത്രം എഫക്റ്റ് ചെയ്തത്. വേറെ എത്രയോ അങ്ങനത്തെ സിനിമകളുണ്ട്. പക്ഷെ ദുൽഖർ സൽമാൻ അവിടെ ആ ജയിലിൽ ഇരുന്നിട്ട് അവൾക്ക് എഴുതുന്ന ആ ഒരു കത്ത്, ആ കാണിക്കുന്ന സീന്, അപ്പോൾ ദുൽഖറിൻ്റെ ആ മുഖത്തുണ്ടാവുന്ന ഒരു കരച്ചിലിൻ്റെ ഒരു ഭാവമുണ്ട്. എനിക്കിപ്പോഴും അത് മുഴുവൻ കാണാൻ കഴിയില്ല. അത് കാണുകയാണെങ്കിൽ ഞാൻ കരയെന്നുള്ളത് ഷുവറാണ് കേട്ടോ. അതുപോലെയാണ്, അത് ലിറ്ററലി അതുപോലെയാണ് എനിക്ക് ഷെഫ് കുട്ടന് ഇവിടുന്ന് പോകുമ്പോഴുള്ള ആ ഷോർട്സ്. അത് എനിക്ക് ഇടയ്ക്ക് ഫീഡിൽ വന്നു കഴിയുമ്പോൾ ആ സീൻ കാണുമ്പോൾ അന്ന് ദുൽഖർ സൽമാൻ കരഞ്ഞ അതേ ഫേസാണ് ഷെഫ് കുട്ടന് യാമിക്കുട്ടൻ നോക്കിയിട്ടൊരു കരച്ചിലുണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തുള്ള. എനിക്കത് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എനിക്കൊരു വിഷമം വരും.
ഇനി ഇവിടെ സൈഡിൽ കാണിക്കട്ടെ ഒരു റീല് കാണാത്തവർക്ക് വേണ്ടി. എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു റീലാണ്. പക്ഷെ ഇപ്പം കാണുമ്പോൾ എനിക്ക് മോനിവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവർ സന്തോഷം. അന്ന് എനിക്ക് അവൻ പോണ ദിവസം തന്നെ എനിക്കവൻ ശരിക്കും കാണാൻ പറ്റിയില്ല. ഞങ്ങൾ അന്ന് സിസ്റ്ററിലോടെ എൻഗേജ്മെൻ്റ് അല്ലായിരുന്നോ. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഓടിപ്പാഞ്ഞ് വരുന്ന സമയത്താണ് മോന് ഞങ്ങൾ അവിടെ കൂടെ പാസ് ചെയ്യണേ, കാലിക്കറ്റിക്ക് പോണത്. അപ്പം ഞങ്ങൾ വേഗം അവിടെ വന്ന് അവന് വഴിയിൽ നിന്ന് ഞങ്ങളൊരു 10 മിനിറ്റ് അവനെ ഒന്ന് മീറ്റ് ചെയ്തു. അപ്പം അതൊക്കെ ഇങ്ങനെ ഒരു മുറിഞ്ഞ വേദനയായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഓരോ കാര്യങ്ങളാണ്. യാമിക്കുട്ടി കാക്കൂര് കിട്ടിയോ? ഞാൻ അയർലൻഡുകാരും നമ്മുടെ നാട്ടുകാരെല്ലാം വിചാരിച്ചിട്ട് ഞാൻ പഴംപൊരി കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത എപ്പിസോഡല്ല. അയർലൻഡുകാരും എന്തെങ്കിലുമൊക്കെ വേറെ വെറൈറ്റി ഇറക്കിയത്. അയർലൻഡുകാർക്ക് നാടൻ ഫുഡാ വേണ്ടത്. നാടൻ തരിനാടൻ പഴംപൊരി. നീ കട്ടൻ ചായ കുടിക്കാറുണ്ടോ? എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ എന്തോ വണ്ടിയിൽ സംശയിച്ച. അപ്പം എന്തായാലും അങ്ങനെ ഭയങ്കര സന്തോഷമായി അന്നത്തെ ദിവസം. പക്ഷെ വീഡിയോ അതുപോലെ നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ നെജിത്തയുടെ വീട്ടിൽ പോയപ്പോഴാണെന്നുണ്ടെങ്കിലും നെജിത്ത ആണെങ്കിലും അവിടെ പാവം സിമ്പിളായിട്ട് നിൽക്കുമായിരുന്നു. ഷാളൊന്നും ഇടാണ്ട് നമ്മുടെ വീട്ടിൽ ഷാളൊന്നും ഇടില്ലല്ലോ. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയം അപ്പോൾ ആ വീഡിയോ വരെ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, ബ്ലർ ചെയ്തിട്ടല്ലേ ഇടാൻ പറ്റുള്ളൂ. അതുപോലെ സുലുവിന്റെ വീട്ടിൽ പോയപ്പോഴും ഓളുടെ കാര്യമാണ് കഷ്ടം. ഓൾക്ക് ഞങ്ങൾ 3 ആളും, ഞാനും ഷൈത്തും ജാസ്മി കുട്ടിയും കയറി ചെന്നിട്ട് വരെ എന്താന്ന് പോലും ഓൾക്ക് മനസ്സിലായില്ല. നിങ്ങളെന്താ ഇപ്പൊ വന്നേന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവളും ഷോൾ ഇട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതും ബ്ലറാക്കേണ്ടി വന്നു. ഇനി അടുത്ത സുലൈമ ആണ്ടിടും നട്ടപ്പ അതിലൊക്കെ നിങ്ങളെ സർപ്രൈസ്. അവിടെ എന്ത് നടക്കുന്നുണ്ട് ഇപ്പൊ അവിടെ കൊണ്ടുവന്ന് ആരാ വിളിക്കണേ? സർപ്രൈസ് ആയോ? കസ്റ്റമർ ഞാൻ ഇന്നലെ രാത്രി നേരത്തെ നേരത്തെ വീട്ടിക്ക് സുഖാണ് സാർ. അതെല്ലാരും നാളേക്കുള്ള യൂണിഫോമാണ് ഈ തുണി കിടക്കുന്നത്. ഇപ്പൊ യൂണിഫോം കൂടോത്ര ചെയ്ത അതെ നമുക്ക് ഈ ശനി ഞായറും കൂടാം. ഗ്രാൻഡ് കൂടലപ്പം ആളുകള് ക്യാമറ ആയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഈ പോത്തിന് ഊഹം പോലും ഒന്നുമില്ല. ഞാൻ മനുഷ്യന്മാരല്ലേ ഇങ്ങനെ കറങ്ങുന്നതിന്റെ ഇടയിൽ കൂടി ഇന്നൊന്ന് വന്ന് കണ്ടു. ഞാൻ വിചാരിച്ചു സ്നേഹത്തിന്റെ പുറത്ത് ഓളെ വീഡിയോ അങ്ങനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഓൾക്ക് മനസ്സിലായിട്ടില്ല വീഡിയോ എടുക്കണത്. അതൊക്കെ ഒന്നും ആലോചിച്ചില്ല. എനിക്കൊരു പ്ലാൻ ഇല്ല, എനിക്കൊരു ഐഡിയ ഇല്ലേ.
ഞാനൊരു ഫോണും കണ്ടിട്ട് ഇങ്ങനെ എപ്പഴാ ഉറങ്ങാ ഇങ്ങനെ ഉറങ്ങാന്നൊക്കെ ആവശ്യിക്കുമ്പോ ഞാനിങ്ങളെ പിള്ളേരും വീട്ടിൽ ഓക്കെ ലെറ്റ്സ് ഗോ. അതെന്നാ ഉണ്ണിമോൻ പറഞ്ഞേ ഇനി മതി ഇങ്ങോട്ട് നീച്ചോട് കഴിഞ്ഞ ദിവസം സർപ്രൈസ് ഒക്കെ രാവിലെ ഇറങ്ങിയതാണ് ഇത് നമ്മളെന്തും എനിക്കൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഫസ്റ്റ് ഒരു സാധനം കാണുമ്പോൾ വേഗം വീഡിയോ ഒന്നും എൻ്റെ മനസ്സിലേക്ക് വരില്ല, ആ സാധനമേ വരുള്ളൂ. പിന്നെ ഞാൻ ആലോചിക്കുള്ളത് വീഡിയോ എടുക്കണോ വേണ്ടതെന്ന്. എനിക്ക് പെട്ടെന്നൊരു വീഡിയോ എന്ന് പറഞ്ഞൊരു മൈൻഡിന് വരില്ല. അങ്ങനെയൊക്കെ ഷെഫ് കുട്ടൻ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഞങ്ങൾ ചെറുപ്പം മുതലേ, അതായത് ഞങ്ങൾ തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസമായിരിക്കും കേട്ടോ. എനിക്ക് 36 ആണെങ്കിൽ അവനക്ക് 26, അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഏജ് ഡിഫറൻസ് ഉള്ളത്. അപ്പം എന്താ പറയുക, അവന് ചെറുതായിരുന്ന സമയത്ത് ഞാൻ അവൻ്റെ വലിയൊരു സിസ്റ്ററെ പോലെയാണ്. ഇതൊക്കെ ഞാൻ ശൈത്യായിരുന്നു, ഞങ്ങൾ പട്ടാമ്പി വീട്ടിലുണ്ടായിരുന്നത്. അപ്പം മോൻ്റെ ഒരു സ്കൂൾ ലൈഫ്, ആ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഞങ്ങൾ കളിക്കൂട്ടുകാരായിരുന്നു. അവനെ പഠിപ്പിക്കാറുണ്ട്, ഡാൻസ് പഠിപ്പിക്കാറുണ്ട്. അങ്ങനെയായിട്ട് ചെറുപ്പം മുതൽ എൻ്റെ കൂടെ ആയിട്ട് എനിക്ക് എൻ്റെ തന്നെ ഒരാളാണ് അവന്. പിന്നെ വലുതാകുമ്പോൾ നമ്മളൊരു വഴിക്കാവും അവനൊരു വഴിക്കാവും, അങ്ങനെയല്ലേ. പക്ഷെ ആ സ്നേഹവും സാധനങ്ങളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സർപ്രൈസസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പം അവനന്ന് മന്തി കഴിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നല്ല മന്തിയും അതുപോലെ അൽഫാമൊക്കെ വാങ്ങിച്ചു. രാത്രി പിന്നെ അതായിരുന്നു കേട്ടോ ഫുഡ്. അവിടെ നിന്നൊക്കെ പിന്നെ എല്ലാ ഫുഡും കഴിച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണമെന്നുണ്ടല്ലോ. പക്ഷെ നമ്മുടെ നാടിൻ്റെ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെ അല്ല, ആ ഫ്ലേവറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് കേട്ടോ, അവന് ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും ആ നാടിൻ്റെ ഫ്ലേവർ കിട്ടുന്നുണ്ടോ, ആ പഴയ ഒരു ടേസ്റ്റ് അതെന്തായാലും വ്യത്യാസമായിരിക്കുമല്ലോ. എടാ ഈ രാത്രി ആ ചെക്കിങ് ഒക്കെ പൂട്ടിയിരുന്നു. പിന്നെ ഞങ്ങൾ ഹലോ നോക്കിയാ കുട്ടി വിളിക്കണ നോക്കിയാ നിന്നെ കാണാനാണോള് വന്നിരിക്കുന്നത്. നാളെ എന്തായാലും ബ്രോസ്റ്റ്. അത് ചോറൊക്കെ ചോറിന്റെ ഇവിടെ ഇന്നോട് സ്നേഹല്ല അല്ലേ? ഓക്കെ, ഒരു ഉണ്ടാവും. വെള്ളിയാഴ്ച വരണോട്ടോ, അല്ലെങ്കിൽ സുലു ആത്മഹത്യ ചെയ്യൂ. വെള്ളിയാഴ്ച പറഞ്ഞാല് ഒരാഴ്ച കഴിഞ്ഞിട്ടാണേ. അല്ല, അടുത്ത വാപ്പ ഞെട്ടി. വെള്ളിയാഴ്ച വീണ്ടും എല്ലാവരും വരുന്നുണ്ടോ നോക്കാം. ഈ വെള്ളി ശനിയാത്ത എല്ലാരും വരുന്നു. നാളല്ലേ വെള്ളി? അതാ എന്നാ പിന്നെ പോണ്ട, എന്തെങ്കിലും പോണ്ട അച്ചൂടെ. എന്താ വേണമെങ്കിൽ ഇപ്പൊ നാളത്തെ ശനി ഞായറോ വിചാരിച്ച്. നാളത്തെ വെള്ളിയില് കൂടുമെന്നാണ്. ശരി, ഞായറാഴ്ച തിരക്കുള്ളൂ. ഞായറാഴ്ച പോകുന്ന. നീ പോവാണോ പിങ്കി? പിങ്കി പോവാ? ഓക്കെ ബൈ, കയറിക്കോ. അപ്പം അന്ന് ഞങ്ങൾ ഓർത്തത് ലഞ്ച് പിഷാരടി പോയിട്ട് നല്ല സദ്യ കഴിച്ചിട്ട് അവിടുന്ന് പിരിയാന്നായിരുന്നു കേട്ടോ. ഷെഫ് കുട്ടനക്ക് സദ്യ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി പിഷാരടി പോയി. അവിടുത്തെ സദ്യ പിന്നെ വേറെ തന്നെ ഒരു വികാരമാണ്. ഞങ്ങളിപ്പോൾ ഇടയ്ക്ക് പോയി കഴിക്കാറുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ സദ്യയും നല്ല പായസമൊക്കെ കഴിച്ചപ്പോൾ തോന്നി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതിയൊന്ന്. അങ്ങനെ ഷെഫ് കുട്ടനൊക്കെ വീണ്ടും വീട്ടിലേക്ക് തന്നെ വന്നു. അന്ന് ഞങ്ങളവിടെ നന്നായിട്ട് റെസ്റ്റ് എടുത്തു. ഈവനിങ് നല്ല സ്നാക്കൊക്കെ കഴിച്ച് പിന്നെ നല്ല മഴയായി. അപ്പോൾ പിന്നെ ഇങ്ങനെ 1ഉം 2ഉം പറഞ്ഞിരുന്ന് നൈറ്റായി. പിന്നെ ഓർത്തുന്ന രാവിലെ നല്ല നെയ്റോസ്റ്റും വടയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പിരിയാന്ന് വിചാരിച്ചു. സ്പോർട്സിന് പോവല്ലേ രണ്ടാളൊപ്പം? നല്ല മഴയാണ്, എങ്ങനെ ഉണ്ടാവും സ്പോർട്സ്? നീ ഇഡ്ഡലി കഴിച്ചാൽ മതി കേട്ടോ, സ്ട്രെങ്ത് ഉണ്ടാവും. യമി നീ എന്താ കഴിക്കുക? ഇഡ്ഡലി വേണോ, നെയ്റോസ്റ്റ് വേണോ, വട വേണോ? മഴ ഉണ്ടോ? മമ്മന്റെ ഷൂട്ട് എടുത്ത് ഉണ്ടോ? കിട്ടി, കുട്ടി കണ്ടുപിടിച്ചു. ഓക്കേ മാമിയാണ് കേട്ടോ എടുത്തുള്ളത്. ഓക്കെ, ഓളുടെ പോലത്തെ ഷൂ ഇതിപ്പോ നടക്കൂലെന്ന് അറിയില്ല, എന്നാലും ഇട്ടാൽ കേട്ടോ.
അപ്പോൾ ഇന്ന് ഇസുക്ക് സ്കൂളിൽ സ്പോർട്സ് ആണ് കേട്ടോ. ഇന്നാണെങ്കിലോ നല്ല മഴയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കൊടുത്ത് പിഷാരടി പോയിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അവനെ സ്കൂളിലാക്കി കൊടുക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരങ്ങനെ തിരിച്ച് തൂതയിലും പോവും, ഞങ്ങൾ വീട്ടിലേക്ക് പോകും. അങ്ങനെയൊക്കെയായിരുന്നു പ്ലാന്. സ്വന്തമായിട്ട് വേണം. നല്ല മഴയായതുകൊണ്ട് സ്പോർട്സ് മാറ്റി വെച്ചു ഗോയ്സ്. എൻ്റെ കുട്ടി ബാഡ്ജ് കുത്തി വരുന്നുണ്ട്. ഇനി വേറെ ദിവസം നടത്തും കേട്ടോ. ഓട്ടം നടക്കാത്തതിന്റെ വിഷമാണോ? വേറെ ദിവസം നടത്തും കേട്ടോ. എന്റെ വിഷമ 557 ആയിരുന്നു നിന്റെ നമ്പർ. ഓക്കെ. ഭയങ്കര സ്പോർട്സ് പ്രേമിയാണ്. അത് മാത്രമല്ല എല്ലാത്തിലും ഫസ്റ്റ് കിട്ടണം അങ്ങനെയൊക്കെ ഒരാളല്ല, എല്ലാവരും പങ്കെടുക്കണം അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും അന്ന് സ്പോർട്സ് മഴയായതുകൊണ്ട് മാറ്റി വെച്ച് അതിൻ്റെ സങ്കടത്തിലാണ് വന്നത്. അതിൽ കൂടെ ആണെങ്കിൽ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും പോയില്ല, ഞങ്ങൾ മാത്രമായില്ല. അപ്പോൾ അതിൻ്റെ സങ്കടം കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ഈ ഒരു സർപ്രൈസ് വ്ളോഗിലെ വിശേഷം. പിന്നെയും അടുത്ത അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ പറ്റും. അവന് ആമസോണിൽ നിന്ന് പ്രത്യേകം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ജേഴ്സിയാണ് കേട്ടോ. നമ്മളുടെ പേരും നമ്പറും ഒക്കെ കൊടുക്കാൻ പറ്റും അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ആവശ്യപ്പെട്ടാണെങ്കിൽ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ. അസ്സലാമു അലൈക്കും.